പാലക്കാട് കർണകി എം എൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ 2025 സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ ആവേശകരമായി നടന്നു. ലിറ്റിൽ കൈറ്റ്സ് ക്ലബ്ബും സോഷ്യൽ സയൻസ് ക്ലബ്ബും സംയുക്തമായാണ് ഇലക്ഷൻ നടത്തിയത്. ഇലക്ഷൻ സോഫ്റ്റ്വെയറുകൾ തയ്യാറാക്കിയത് ലിറ്റിൽ കൈറ്റ്സ് വിദ്യാർത്ഥികളാണ്. പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും ലഭിച്ച റോബോട്ടിക്സ് കിറ്റ് ഉപയോഗിച്ചാണ് സോഫ്റ്റ്വെയറുകൾ തയ്യാറാക്കിയത്. എല്ലാ വർഷവും നടത്തിവരാറുള്ള ഇലക്ഷൻ സോഫ്റ്റ്വെയറിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി ഈ വർഷം ലിറ്റിൽ കൈറ്റ്സ് വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ ഇലക്ഷൻ റോബോട്ട് ഉപയോഗിച്ചാണ് ഇലക്ഷൻ നടത്തിയത്. മോക്ക് ഇലക്ഷനിൽ വോട്ട് രേഖപ്പെടുത്തുന്നതിനെക്കുറിച്ചും റിസൾട്ട് എങ്ങനെയാണ് ഇതിൽ നിന്നും ലഭിക്കുക എന്നതിനെക്കുറിച്ചും സ്ഥാനാർത്ഥികളെ അറിയിച്ച ശേഷമാണ് ഇലക്ഷൻ നടത്തിയത്. ഹയർ സെക്കൻഡറി സ്കൂളിൽ ലിറ്റിൽ കൈറ്റ്സ് വിദ്യാർത്ഥികൾക്ക് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് ഇലക്ഷൻ നടത്തുന്നത്. കർണകി ഹയർ സെക്കൻഡറി സ്കൂളിലെ വോട്ടിംഗ് പ്രക്രിയ നടക്കുന്ന ഈ ക്യൂ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. വോട്ടിംഗ് കൃത്യസമയത്ത് തന്നെ ആരംഭിച്ചു. ഞങ്ങൾ കട്ട് വെയിറ്റിംഗ് ആണ് ആര് ജയിക്കും എന്നുള്ളത്. ഇലക്ഷൻ നിൽക്കുന്ന ഒരാള് അനശ്വരയാണ്. എന്താ പറയാനുള്ളത്? എനിക്ക് അങ്ങനെയൊന്നുമില്ല. ഞങ്ങളുടെ ക്ലാസ്സിൽ 3 ആൾക്കാർ നിൽക്കുന്നുണ്ട്. ആർക്ക് കിട്ടിയാലും ഞങ്ങൾ ഹാപ്പിയാണ്. പിന്നെ ഒരേ ക്ലാസ് ആയതുകൊണ്ട് കോമ്പറ്റീഷൻ നടത്തുന്ന ടീച്ചർ അല്ല. അതുകൊണ്ട് നമുക്ക് ഓക്കെയാണ് ആര് ഇതിലും ജയിച്ചാലും. അടുത്തത് ഷെഹനാശ്ശേരി. എനിക്കൊന്നും പറയാനില്ല. എല്ലാവരും ഞാൻ അടുത്തത് ശ്രീജിത. എല്ലാവർക്കും സന്തോഷമാണ്. നമുക്ക് കാത്തിരുന്ന് കാണാം ആര് ജയിക്കും. ഒരാൾ വോട്ട് ചെയ്ത് വന്നിട്ട് നമുക്ക് അഭിപ്രായം ചോദിക്കാം. ഞാൻ വോട്ട് ചെയ്തു. ഞാൻ വെയിറ്റിംഗിലാണ് റിസൾട്ടിന് വേണ്ടി. നമുക്ക് എല്ലാവരും റിസൾട്ട് എന്താ വോട്ട് ചെയ്തിട്ട് സീൻ ഇതുവരെ ഉള്ളതിനെ വെച്ച് സീന് വോട്ടിംഗ് ആണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. സൗണ്ടൊക്കെ വന്നിട്ട് പോളിച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിനെ വാശിയേറിയ മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കനത്ത പോളിംഗ് രേഖപ്പെടുത്തുന്നു. നമുക്ക് വോട്ട് ചെയ്ത് വന്ന ഒരു ചേച്ചിയോട് ചേച്ചിന്റെ എക്സ്പീരിയൻസ് ചോദിക്കാം. ഞാൻ വോട്ട് ചെയ്തു. വളരെ എക്സൈറ്റഡും ത്രില്ഡും ആണ് ഈ റിസൾട്ട് അറിയാനായിട്ട്. എന്തായാലും ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരാൾക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ സ്കൂളിലെ ആശ ടീച്ചറോട് ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് എന്നൊക്കെ. വളരെ നല്ല രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. നമ്മളുടെ ലിറ്റിൽ കൈറ്റ്സിന്റെ കുട്ടികളും സോഷ്യൽ ക്ലബും കൂടെയാണ് ഇന്നത്തെ ഇലക്ഷനിലൂടെ എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിരിക്കുന്നത്. ഇലക്ഷൻ സാധാരണ ജനാധിപത്യ വ്യവസ്ഥയിൽ തന്നെയാണ് ക്രമീകരിക്കുന്നത്. ഒരു നല്ല സന്തോഷം എന്ന് പറഞ്ഞാൽ പ്രിസൈഡിംഗ് ഓഫീസർ, ഫസ്റ്റ് പോളിംഗ് ഓഫീസർ, സെക്കൻഡ് പോളിംഗ് ഓഫീസർ എന്നിങ്ങനെ വളരെ ക്രമമായിട്ട് തന്നെ അതിനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. വളരെ നന്നായിട്ട് സോഫ്റ്റ്വെയർ ഫെസിലിറ്റീസിന്റെ നേതൃത്വത്തിൽ ലിറ്റിൽ കൈറ്റ്സിലെ കുട്ടികളാണ് ശരിയാക്കിയത്. അതിനും എല്ലാവരുടെ സന്തോഷം. വളരെ ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്കൂളിലെ ഗൈഡ്സ് വിദ്യാർത്ഥികളോട് നമുക്ക് ചോദിക്കാം. വളരെ നല്ല രീതിയിൽ തന്നെയാണ് നടന്നിട്ടുള്ളത്. എല്ലാവരെയും പോലെ തന്നെ ഞങ്ങൾ വളരെ എക്സൈറ്റ്മെന്റിലാണ് റിസൾട്ട് കാണുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ് സെലക്ഷൻ കഴിഞ്ഞു. ആ ക്ലാസ് ലീഡേഴ്സിനെ വെച്ചിട്ട് സ്കൂൾ ലീഡർ, അസിസ്റ്റന്റ് ലീഡർ, സ്പോർട്സ് ലീഡേഴ്സ്, ആർട്സ് ലീഡേഴ്സിനെ തിരഞ്ഞെടുക്കാനുള്ള ഇലക്ഷനാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ നമുക്ക് HM പ്രിൻസിപ്പൽ സാറിന് എന്തെങ്കിലും പറയാനുള്ളത്. കിട്ടുമല്ലോ. അതിനൊരു
മുന്നോടിയായിട്ടുള്ള നിലയിൽ നല്ല രീതിയിൽ ജനാധിപത്യപരമായിട്ട് ഉള്ള ഒരു ഇലക്ഷനാണ് നമ്മുടെ സ്കൂളിൽ നടന്നത്. സോഷ്യൽ സയൻസ് ക്ലബ്ബും ലിറ്റിൽ കൈറ്റ്സും സംയുക്തമായിട്ടാണ് ഒരു സോഫ്റ്റ്വെയർ, ലിറ്റിൽ കൈറ്റ്സിന്റെ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ക്ലാസ് ലീഡർ ഇലക്ഷൻ നടത്തിയത്. അപ്പോൾ അതിന് നേതൃത്വം നൽകിയ ലിറ്റിൽ കൈറ്റ്സിന്റെ പ്രസിഡന്റ് ടീച്ചറെ, സോഷ്യൽ സർവീസ് ക്ലബിന്റെ മേധാവിയായിട്ടുള്ള വിജയ ടീച്ചറെ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നതോടൊപ്പം തന്നെ നല്ല രീതിയിൽ ഈ സ്കൂളിലെ ഇലക്ഷൻ നടത്താൻ സഹായിച്ച എല്ലാ ടീച്ചേഴ്സിനും അതുപോലെ തന്നെ നല്ല രീതിയിൽ യാതൊരു പ്രശ്നങ്ങളില്ലാതെ വളരെ നല്ല രീതിയിൽ ഇലക്ഷൻ നടത്തിയ കുട്ടികൾക്കും ഇലക്ഷൻ നടത്താനിരിക്കുന്ന കുട്ടികൾക്ക് അവിടെ വന്നിരിക്കുന്ന കുട്ടികൾക്ക് ലീഡേഴ്സ്, ക്ലാസ് ലീഡേഴ്സിന്റെ എല്ലാവർക്കും തന്നെ അഭിനന്ദനങ്ങളും അതുപോലെ തന്നെ ആശംസകളും അറിയിക്കുന്നു. സ്കൂൾ ലീഡറായി തെരഞ്ഞെടുപ്പിക്കുന്നത് ചേച്ചിയാണ്. എല്ലാവർക്കും സ്നേഹം കിട്ടുമ്പോൾ ഞാൻ നന്ദി അറിയിക്കുന്നത്. പിന്നെ എന്നെ കൊണ്ട് കഴിയുന്ന പോലെ ഈ സ്കൂളിന് വേണ്ടിയിട്ടും എല്ലാ കുട്ടികൾക്ക് കൊണ്ടും ഞാൻ എല്ലാം ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ചെയ്യുമെന്ന് ഞാൻ പറയുന്നത്. എന്നെ വോട്ടിൽ വിജയിച്ച എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. ഈ സ്കൂളിൽ എന്ത് പ്രശ്നം വന്നാലും അത് പരിഹരിക്കാൻ ഞാൻ മുൻപന്തിയിലുണ്ടാവുമെന്ന് എല്ലാവർക്കും ഉറപ്പ് നൽകുന്നു. ആർട്സും കൾച്ചറൽസിലും എനിക്ക് പ്രോഗ്രാം നമ്മുടെ സ്കൂളിലെ സ്പോർട്സ് ലീഡറായി തെരഞ്ഞെടുപ്പിക്കുന്നത് നമ്മുടെ മണികണ്ഠനാണ്. സ്പോർട്സിൻ്റെ എന്ത് കാര്യങ്ങളൊക്കെ ഞാൻ മുൻപോട്ട് നിൽക്കുന്നതാണ്. എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് സിദ്ധാർത്ഥാണ് എൻ്റെ കൂടെ ഉള്ളത്. ഈ ഇലക്ഷൻ ജയിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. സ്കൂൾ ലീഡറായി വിജയിച്ച ഫിദ ഫാത്തിമ, അസിസ്റ്റന്റ് ലീഡറായി മണികണ്ഠൻ, സ്പോർട്സ് ക്യാപ്റ്റനായി തിരഞ്ഞെടുത്ത മണികണ്ഠൻ, ആർട്സ് ക്ലബ് സെക്രട്ടറിയായി വിജയിച്ച വിഷ്ണു എന്നിവർ സ്കൂൾ പ്രിൻസിപ്പൽ വി കെ രാജേഷ്, പ്രധാനാധ്യാപിക വി കെ നിഷ എന്നിവരുടെ സാന്നിധ്യത്തിൽ സത്യപ്രതിജ്ഞ ഏറ്റുചൊല്ലി.